വളരെ അസാധാരണമായിട്ടുള്ളൊരു കാര്യം മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. 70 വർഷത്തിൽ പരം പ്രായമുള്ള ഒരു ആയുധം ഇപ്പോഴത്തെ ഈ ആധുനിക കാലത്തിലെ യുദ്ധത്തിൽ അമേരിക്ക ഉപയോഗിച്ചിരിക്കുക. പെട്ടെന്നൊരു നോട്ടത്തിൽ അതിനകത്ത് വലിയ സെൻസ് ഇല്ല എന്ന് തോന്നാം. എന്തുകൊണ്ടാണ് അമേരിക്ക 71 വർഷം പ്രായം ചെന്ന ഒരു ബോംബറിനെ ഇത്രയധികം ആധുനിക ടെക്നോളജി ഉള്ള ഒരു കാലഘട്ടത്തിൽ ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചത്? മിലിറ്ററി അനലിസ്റ്റിൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് അതിനുള്ള ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ ഇറാൻ്റെ ആകാശത്തിൻ്റെ മുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് സിഗ്നൽ ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റാണ് ഈ യുദ്ധത്തിൽ. ഈ മിലിറ്ററി സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഇതിനേക്കാട്ടിലും എല്ലാം അപ്പുറം പല വിശ്വാസികളും ചോദിക്കുന്ന ഒരു ആഴമേറിയ മറ്റൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ സംഭവിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം ഇനിയും നീങ്ങി എത്തുവാൻ പോകുന്നത് ബൈബിളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ഒരു സന്ദർഭം, ആ ഒരു ടെൻഷനിലേക്കാണോ ഇതെല്ലാം ചെന്നെത്തുന്നത്? അതിനെപ്പറ്റിയെല്ലാം നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ നോക്കാം. ആദ്യം ഇപ്പോഴത്തെ ഈ ഒരു യുദ്ധത്തിൻ്റെ നടക്കുന്ന ഈ ഇറാനകത്ത് നടക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ ഒരു ഷോർട്ട് സമ്മറി ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം. അതിനുശേഷമായിരിക്കാം ആ ബൈബിളിൽ നിന്നുള്ള കണക്ഷനൊക്കെയും ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യുദ്ധമൊക്കെ നടക്കുമ്പോൾ ഈ വാർ ന്യൂസ്, യുദ്ധത്തെ സംബന്ധിച്ചുള്ള ന്യൂസൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്ത് ഇൻഫർമേഷനാണ് വിശ്വസിക്കാൻ പറ്റുന്നതെന്നുള്ളത് ഇപ്പോൾ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചില റിപ്പോർട്ടുകളൊക്കെ ആക്യുറേറ്റ് ആണ്, കറക്റ്റാണ്. പക്ഷേ മിക്കതും അതിശോക്തി നിറഞ്ഞതും പിന്നെ ചിലതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ടുള്ള രീതിയിൽ ഈ ഇൻഫോർമേഷനെയൊക്കെ മനസ്സിലാക്കുവാനും പിന്നെ ബിഹൈൻഡ് ദ സീൻസ് നടക്കുന്നതൊക്കെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒത്തിരി ആവശ്യമുണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. എനിക്ക് നമ്മുടെ PT ഓഡിയൻസിനോട്, നമ്മുടെ PT ഫാമിലിയിലുള്ളവരോട് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ ടെലഗ്രാം ചാനൽ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് അറിയാം. പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആകുന്ന ഇൻഫർമേഷനൊക്കെ തന്നെ ഞാൻ പങ്കുവയ്ക്കുന്നത് ആദ്യം ടെലഗ്രാമിലാണ്. കാരണം ഇങ്ങനത്തെ രീതിയിൽ ഒരു യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തോടകം പല കാര്യങ്ങളും വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുവാൻ ടെലഗ്രാമിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ ഓൾറെഡി ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള രീതിയിൽ, റിലയബിൾ ആയിട്ടുള്ള രീതിയിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഫാക്ട് ചെക്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ആ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഏതായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇറാൻ ഈ ഒരു യുദ്ധത്തിൻ്റെ ആദ്യത്തെ ആ സമയത്ത് തന്നെ സർപ്രൈസ്ഡ് ആയത് അല്ലെങ്കിൽ ഷോക്ക് ആയതെന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയണം. ഈ മാസങ്ങളായിട്ട് ലോകത്തിന് തന്നെ അറിയാമായിരുന്നു ആ പ്രദേശത്തിൽ, മിഡിൽ ഈസ്റ്റിൻ്റെ പ്രദേശത്തിൽ എന്തോ സംഭവിക്കാൻ പോവുകയാണ്. ആ കഴിഞ്ഞ ശനിയാഴ്ച അപ്പോഴാണല്ലോ ആദ്യത്തെ ആ സ്ട്രൈക്ക് ഇസ്രായേൽ ഇറാൻ്റെ മേൽ നടത്തിയത്. അത് വന്നപ്പോൾ തന്നെ റിപ്പോർട്ടുകളിൽ തന്നെ ഉണ്ടായിരുന്നു ഇറാൻ്റെ പ്രതിരോധങ്ങൾ ദേ വർ കോട്ട് ഓഫ് ഗാർഡ്. അവർ ഷോക്കിലായിപ്പോയി. പല അനലിസ്റ്റുകളും പറയുന്നത് സ്ട്രാറ്റജിക് ഡിസപ്ഷൻ, അതായത് വളരെയധികം കെയർഫുള്ളായിട്ടുള്ള രീതിയിൽ ശ്രദ്ധ തിരിച്ചുവിടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് ചെയ്തത്. ചില പ്രിപ്പറേഷൻസ് ഒക്കെയും അവർ മനഃപൂർവ്വമായിട്ടുള്ള രീതിയിൽ ഒളിപ്പിച്ചു വെച്ചു, പ്രത്യേകിച്ച് ഇസ്രയേലിലുള്ള ഒരുക്കങ്ങളൊക്കെ. പിന്നെ ചില മിലിറ്ററി ഓഫീസർമാരൊക്കെ അവരുടെ ആ പ്രധാനപ്പെട്ട ആ മെയിൻ ലൊക്കേഷനൊക്കെ വരുന്നതൊക്കെയും തന്നെ അതിൽ നിന്ന് വിട്ടുമാറി നിന്നു. പിന്നെ ചില ആക്ടിവിറ്റികളൊക്കെ അവിടെയും സൈനികപരമായിട്ടുള്ള രീതിയിൽ നടത്തിയത് അതെല്ലാം അറ്റൻഷനെ ഡൈവേർട്ട് ചെയ്യുവാൻ, ശ്രദ്ധയെ തിരിച്ചുവിടുന്ന രീതിയിലൊക്കെയായിരുന്നു ഇസ്രയേൽ നടത്തിയത്. അറ്റൻഷൻ മുഴുവനും പ്രൊജക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ സൗത്ത് ഇസ്രയേലിൽ, അതായത് തെക്ക് ഇസ്രയേലിലാണ് പ്രധാനപ്പെട്ട ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ഇസ്രയേൽ കൈമാറിയത്. അപ്പോൾ തന്നെ ഇസ്രയേലിൻ്റെ മറ്റ് പല സ്ഥലങ്ങളിലായിരുന്നു യഥാർത്ഥ രീതിയിലുള്ള പ്ലാനിങ്ങും ഒരുക്കങ്ങളും അവർ ചെയ്തു വന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇസ്രായേൽ മീഡിയയ്ക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തു, അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അത്ര സ്മൂത്ത് അല്ലാതായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. നെതന്യാഹുവും ട്രംപും തമ്മിൽ ഉള്ള ബന്ധത്തിൽ ചില വിള്ളലുകളൊക്കെയും ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന ഇൻഫർമേഷനൊക്കെയും അവർ മീഡിയയ്ക്ക് കൊടുത്തു. ഇസ്രായേൽ ഇങ്ങനെ തന്നെ പല സന്ദർഭങ്ങളിലും ഇൻ്റലിജൻസ് സ്ട്രാറ്റജിയും പിന്നെ മിലിറ്ററി പ്രസിഷനെയും കൂടെ കമ്പൈൻ ചെയ്യും. അതായത് ശക്തമായിട്ടുള്ള ഇൻ്റലിജൻസും സൈനികപരമായിട്ടുള്ള പ്രസിഷനായിട്ടുള്ള ഓപ്പറേഷനുകളെ എല്ലാത്തിനെയും കൂടെ കമ്പൈൻ ചെയ്താണ് അവർ ഇതുവരെയും ചരിത്രത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ഇവിടെയും അത് ആവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഖമേനിയെ ഇല്ലാതാക്കുന്നതിൻ്റെ ആ ഒരു വിഷയം തന്നെ നോക്കിയാൽ, ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പങ്കുവെച്ചതാണ് അതിൻ്റെ ആ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. 1.5 വർഷത്തിൽ പരം ഒരു ഇൻറ്റൻസ് പ്ലാനിങ്ങും ക്ലോസ് വാച്ചിങ്ങും ആയിരുന്നു. അതായത് ഖമേനിയുടെ ആ ഒരു താമസിക്കുന്ന ആ പാലസ്,
പിന്നെ ആരൊക്കെ വരുന്നു പോകുന്നു, പിന്നെ പ്രത്യേകിച്ച് ആ പ്രദേശത്തുള്ള എല്ലാ CCTV ക്യാമറയും IDF അതായത് ഇസ്രായേൽ ബഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവിടുന്ന് ആ ഇൻഫർമേഷൻ എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ വഴി IDFൻ്റെ ആസ്ഥാനത്ത് അങ്ങ് ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ നോക്കിയിരുന്നത് ഇവരെല്ലാവരും കൂടെ ഒരു മീറ്റിങ്ങിനായിട്ടുള്ള രീതിയിലോ വല്ലോ ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭം, അതങ്ങനെ നോക്കിയിരുന്ന ഒരു സമയമായിരുന്നപ്പോഴാണ് കഴിഞ്ഞ ശനിയാഴ്ച പകലാണ് അത് ഒത്തുവന്നതും ആ സമയത്ത് തന്നെ അവർ ആ സ്ട്രൈക്ക്, അതായത് ഇസ്രായേൽ ആ സ്ട്രൈക്ക് ഖമേനിയുടെ ആ ഒരു റെസിഡൻസിൻ്റെ മണ്ടയ്ക്ക് തന്നെ എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇസ്രായേലിനകത്തെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിലും ഈ യുദ്ധം തുടങ്ങിയതിൻ്റെ ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ ഇസ്രായേലിനകത്ത് എപ്പോഴും കൂടെ ഇറാനിൽ നിന്ന് അയക്കപ്പെടുന്ന മിസൈൽ ലോഞ്ചുകളുടെ ആ സൈറനുകൾ, അതായത് മിസൈൽ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ആ സൈറനുകൾ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലീസിന് ബോംബ് ഷെൽറ്റേഴ്സിലേക്ക് പെട്ടെന്ന് ഓടി അഭയം പ്രാപിക്കേണ്ടി വന്നു. ഇസ്രായേലിൽ നിങ്ങൾക്കറിയാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വാർണിംഗ് സിസ്റ്റമുണ്ട്. എന്തെങ്കിലും മിസൈലുകൾ ആ പ്രദേശത്തിലേക്ക് വന്നാൽ അവിടെയുള്ള എല്ലാവരുടെയും മൊബൈൽ ഫോണുകളിലേക്ക് ഒരു അലേർട്ട് ചെല്ലും. അതിനുശേഷം 90 സെക്കൻഡ് ഉണ്ട് ഈ ആളുകൾക്ക് ബോംബ് ഷെൽട്ടറിൽ ഓടി അഭയം പ്രാപിക്കുവാൻ. പക്ഷേ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് ആദ്യത്തെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇറാനിൽ നിന്ന് വരുന്ന മിസൈലിൻ്റെയും ഡ്രോണുകളുടെയും എണ്ണം വലുതായി കുറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണ് മറ്റൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇപ്രകാരം വലിയ ഒരു മിസൈലിൻ്റെയൊക്കെ ആ എണ്ണത്തിൽ മിസൈലിൻ്റെയൊക്കെ ആ എണ്ണത്തിൽ വന്ന ഒരു എണ്ണത്തിനുള്ളൊരു കുറവ്? ഉദാഹരണത്തിന് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചുകളുടെ എണ്ണം ഇപ്പോൾ ഇസ്രായേലിലേക്ക് വന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ദിവസം ഏകദേശം 350 മിസൈലുകളാണ് വന്നത്. രണ്ടാമത്തെ ദിവസം 175 എണ്ണം, മൂന്നാമത്തെ ദിവസം 120, നാലാമത്തെ ദിവസം 50, അഞ്ചാമത്തെ ദിവസം 40. ഇനിയിപ്പോൾ ഡ്രോൺ ലോഞ്ചുകൾ ഇറാനിൽ നിന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിലോ, ഒന്നാമത്തെ ദിവസം 294 ഡ്രോണുകൾ, രണ്ടാമത്തെ ദിവസം 541, മൂന്നാമത്തെ ദിവസം 200, നാലാമത്തെ ദിവസം 85, അഞ്ചാമത്തെ ദിവസം 45. ഇത്രയുമാണ് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമെല്ലാം ഇറാനിൽ നിന്ന് ലോഞ്ച് ചെയ്തതിൻ്റെ എണ്ണത്തിലുള്ള ആ ഒരു ഡിക്രീസ് അല്ലെങ്കിൽ എണ്ണത്തിലുള്ള കുറവ്. അതായത് ഇറാൻ ഇപ്പം ചുറ്റിനുമുള്ള പല സ്ഥലങ്ങളിലേക്കും അയച്ചുകൊണ്ടിരുന്നതിൽ വന്ന ആ ഒരു എണ്ണത്തിലുള്ളൊരു കുറവ് ഓവർ ദീസ് ഡേയ്സ്. ഈ ഒരു നമ്പേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് ഈ ആക്രമണങ്ങൾ ഇറാൻ അയച്ചുകൊണ്ടിരുന്ന മിസൈലിൻ്റെയും ഡ്രോണുകളുടെയും എണ്ണം ആദ്യമൊക്കെ വളരെ കൂടുതലായിരുന്നെങ്കിലും അതിൻ്റെ എണ്ണത്തിൽ ഇപ്പോൾ ഒത്തിരിയും കുറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഒരു പോസിബിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഈ എയർ സ്ട്രൈക്കുകൾ ഇറാനിലെ കമാൻഡ് സെൻറ്ററുകളും ഇൻഫ്രാസ്ട്രക്ചർ സെൻറ്ററുകളും പിന്നെ ഈ മിസൈൽ ലോഞ്ചസിനെ കോർഡിനേറ്റ് ചെയ്യുവാൻ ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സെൻറ്ററുകളെയും എല്ലാം ഇല്ലാതാക്കിയിരിക്കുക. അപ്പോൾ ആ സിസ്റ്റംസ് എല്ലാം ഇല്ലാതായാൽ അത്രയും കൂടെ ബുദ്ധിമുട്ടാണ് വലിയ അളവിൽ ഒരുമിച്ച് ഇറാന് ഇപ്പം മിസൈലുകളാണെങ്കിലും ഡ്രോണുകളാണെങ്കിലും ലോഞ്ച് ചെയ്യാൻ. പിന്നെ മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസവും ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്തതാണ്, ഇറാനിലുള്ള കൗൺസിൽ ഓഫ് എക്സ്പേർട്സ്, അതായത് അടുത്ത സുപ്രീം ലീഡർ ഖമേനിക്ക് പകരമായിട്ടുള്ള അടുത്ത ആളിനെ തിരഞ്ഞെടുക്കുവാൻ അവരെല്ലാവരും കൂടി ഒരു ബിൽഡിങ്ങിൽ കൂടാനായിട്ടുള്ള രീതിയിൽ ഒരുമിച്ചപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ നേരെയും ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത ആരാണോ അവിടുത്തെ സുപ്രീം ലീഡർ, അവിടുത്തെ അയ്യത്തൊള്ളയായിട്ടുള്ള രീതിയിൽ വരുന്നത്, ആ വ്യക്തിയും ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റഡ് ആവും അല്ലെങ്കിൽ ഇല്ലാതാക്കപ്പെടുമെന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ഈ ഒരു യുദ്ധത്തിൽ അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ബോംബർ സ്ട്രാറ്റജിയാണ്. ആദ്യത്തെ ഫേസിൽ ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ അമേരിക്ക ഉപയോഗിച്ചത് B-2 സ്റ്റെൽത്ത് ബോംബറുകളാണ്. ഈ യുദ്ധവിമാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഇതിനെ റഡാറിൽ കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ ആ വ്യോമാതിർത്തിയിലേക്ക് കയറി ശത്രുവിന് ഇതിനെ കാണാനും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എനിമി എയർ ഡിഫൻസ് കേപ്പബിലിറ്റി, അതായത് യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിടുവാനായിട്ടുള്ള കേപ്പബിലിറ്റിയെ ഈ B-2 സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിച്ച് നശിപ്പിക്കുക, അതായിരുന്നു ലക്ഷ്യം. അതിനുശേഷം പിന്നെ B-1 ലാൻസർ ബോംബറിന് പോലുള്ള ബോംബേഴ്സാണ് പിന്നെ ആ ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക് വന്ന് ബോംബ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ അറ്റൻഷൻ നേടിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്ക B-52 സ്ട്രാറ്റോഫോർട്രസ് ബോംബറാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധവിമാനം 70 വർഷത്തിൽ പരം ഇപ്പോൾ സർവീസിൽ നിൽക്കുന്ന വിമാനമാണ്. അത് സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഇല്ല, അതായത് റഡാറിൽ കാണാൻ പറ്റാത്ത ഒരു വിമാനമല്ല, അതിനെ റഡാറിൽ കാണാം. അത് വളരെ വലുതുമാണ്, അതിനെ പെട്ടെന്ന് കാണുവാനും സാധിക്കും. അപ്പോൾ അതിനെ മൈനസ് പോയിൻ്റ് ആണ് എന്ന് നമ്മൾ കരുതിയതെങ്കിൽ നേരെ തിരിഞ്ഞ് അതിന് വലിയൊരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. അതിന് മാസീവ് പേലോഡ്സ് ഓഫ് ബോംബ്സ് ആൻഡ് മിസൈൽസ്, ഹ്യൂജ് ഭാരങ്ങളുള്ള ബോംബുകളും മിസൈലുകളും, അതായത് 32 ടണ്ണിൽ ടോട്ടൽ തൂക്കമുള്ള, അതായത് എല്ലാം കൂടെ മിസൈലുകളും ബോംബുകളും എല്ലാ തരം ബോംബുകളും മിസൈലുകളും എല്ലാം ചുമന്നുകൊണ്ട് ശത്രുവിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി ഇടാൻ പറ്റുന്ന ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു ബോംബറാണ് B-52 ബോംബർ. മാത്രമല്ല ഏറിയൽ റീഫ്യൂലിംഗ് ഇല്ലാതെ, അതായത് വായുവിൽ വെച്ച് തന്നെ ആകാശത്ത് വെച്ച് തന്നെ
ഇന്ധനം വീണ്ടും നിറയ്ക്കാതെ തന്നെ ഈ B-52 ബോംബറിന് 14,200 കിലോമീറ്റർ ഒരൊറ്റ സമയത്ത് തന്നെ സഞ്ചരിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മിലിറ്ററി അനലിസ്റ്റുകളുടെ അഭിപ്രായം അനുസരിച്ച് B-52 ബോംബേഴ്സ് ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പോകുന്ന സ്ഥലത്തെ എയർ സുപ്പീരിയോറിറ്റി, ആകാശത്തിൻ്റെ മേധാവിത്വം ആ രാജ്യത്തിൻ്റെ കയ്യിൽ, അതായത് ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലാണ് ഇറാൻ്റെ മുകളിലുള്ള മേധാവിത്വം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇറാൻ്റെ സകലമാന എയർ ഡിഫൻസുകൾ എല്ലാം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ചൈനയുടേന്നും റഷ്യയുടേന്നും എല്ലാം ലഭിച്ച മോസ്റ്റ് മോഡേൺ, മോസ്റ്റ് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ എല്ലാ ഡിഫൻസും, എല്ലാ തരം ഡിഫൻസ് എക്യുപ്മെൻറ്റിനെയും എല്ലാം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ജോയിൻ്റ് ഓപ്പറേഷനിൽ നശിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. റിപ്പോർട്ടുകൾ പറയുന്ന ഈ B-52 ബോംബേഴ്സ് ഇപ്പോൾ ലക്ഷ്യം വെച്ചത് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് സൈറ്റുകൾ, പിന്നെ മിസൈൽ സ്റ്റോറേജ് ഫെസിലിറ്റികൾ, എവിടെല്ലാമാണോ മിസൈലുകൾ സൂക്ഷിക്കുന്നത് ആ പ്രദേശങ്ങൾ, പിന്നെ ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റേഴ്സ്, ഈ അറ്റാക്സിനെ, അതായത് ആക്രമണത്തെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെൻറ്റേഴ്സ്. അങ്ങനെ ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഇറാൻ്റെ കൈവശമുള്ള മിസൈലുകളുടെ എണ്ണം ഒത്തിരി കുറഞ്ഞു, ഡ്രോണുകളുടെ എണ്ണം കുറഞ്ഞു, പിന്നെ ഇത് അയക്കുവാനായിട്ടുള്ള ആ ഒരു കോർഡിനേഷൻ എല്ലാം ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞിരിക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ്, അതായത് ഹോർമുസ് കടലിടുക്ക്. 20% ലോകത്തിൻ്റെ എണ്ണയുടെ സപ്ലൈ ഈ ഇടുങ്ങിയ ഈ വാട്ടർവേ, ഈ ഒരു ഭാഗത്തൂടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് എന്തെങ്കിലും യുദ്ധമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ സാമ്പത്തികമായിട്ടുള്ള മറ്റ് പ്രത്യാഘാതങ്ങളിലേക്കും നയിക്കും. ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ നേവി ഓയിൽ ടാങ്കേഴ്സിനെ എസ്കോർട്ട് ചെയ്യും. ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ഒരു രീതിയിലും ഇറാൻ അടയ്ക്കാതെ വണ്ണം അമേരിക്ക അവരുടെ നേവിയെ ഉപയോഗിച്ച് അവിടെ പ്രവർത്തിക്കുമെന്ന്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്തിനോടകം തന്നെ 20 ഇറാൻ്റെ ഷിപ്പുകളെയാണ് അമേരിക്കൻ നേവി ഇപ്പോൾ താത്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഹിറ്റ് ചെയ്തിരിക്കുന്നതോ. അപ്പോൾ ബൈബിൾ പ്രവചനം പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് മറ്റൊരു ആഴമേറിയ ചോദ്യത്തിലേക്കാണ് നിങ്ങൾ വരുന്നതെന്ന് എനിക്കറിയാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ടെൻഷനുകൾ ഇതിലും വലിയ ഒരു പ്രവചന ടൈം ലൈനിലുള്ള സംഭവത്തിലേക്കാണോ നീങ്ങുന്നത്? എസെക്കിയേലിൻ്റെ പ്രവചന പുസ്തകം 38-39 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഭാവിയിൽ ഒരു സംഘടിത ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിനെതിരെ ഒരു അധിനിവേശമായി കടന്നു വരും. ആ ഒരു കടന്നു വരുന്ന ആ ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളിലുള്ള ഒരു രാജ്യമാണ് പേർഷ്യ. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ. അപ്പോൾ അതിൽ നിന്ന് വേറൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യവും കൂടെ ഉണ്ട്. ഇറാൻ ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിൽ വലുതായിട്ടുള്ള രീതിയിൽ തന്നെ ക്ഷീണിച്ചു പോയാൽ, അല്ലെങ്കിൽ സൈനികപരമായിട്ട് തോൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇറാൻ എന്ന് പറഞ്ഞൊരു ഭീഷണി പിന്നെ കാണത്തില്ലല്ലോ. അങ്ങനെയെങ്കിൽ പിന്നെങ്ങനെ എസെക്കിയേൽ 38-39 ആ ഒരു സംഘടിത ഗ്രൂപ്പിൽ ഇറാൻ വരുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ബൈബിൾ പ്രവചനം മറ്റൊരു കാര്യമാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ചരിത്രം എപ്പോഴും കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ്, രാജ്യങ്ങൾ അവരുടെ നിലപാടുകൾ മാറ്റിക്കൊണ്ടേയിരിക്കാം. കൂട്ടുകെട്ടുകൾ മാറാം, ശത്രുക്കൾ മിത്രങ്ങളാകാം, മിത്രങ്ങൾ ശത്രുക്കളാകാം. ഇപ്പോൾ ബൈബിളിൽ തന്നെ നമ്മൾ കാണുന്നതും അതുപോലെ തന്നെ ചരിത്രത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇറാൻ ഒരു സമയത്ത് ഇസ്രായേലിനോട് സൗഹൃദ ബന്ധമുണ്ടായിരുന്ന ഒരു രാജ്യമാണ്. ഈ അയ്യത്തൊള്ളാമാരുടെ ഈ ഭരണം വന്നതിന് ശേഷമാണ് ഇറാൻ ഇസ്രായേലിനെ ഇത്രമാത്രം ഒരു ശത്രുവായിട്ടുള്ള രീതിയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ ഈ സമയത്ത്, നമ്മൾ ഇപ്പോൾ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അല്പം ക്ഷയിച്ചു എന്ന് തോന്നാമെങ്കിലും, അല്ലെങ്കിൽ ക്ഷീണിച്ചു എന്ന് തോന്നിയെങ്കിലും, പ്രവചനം പറയുന്നതനുസരിച്ച് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഭാവിയിൽ ഒരു സമയത്ത് അത് വീണ്ടും റീഅലൈൻമെൻറ്റ് നടത്തി ഈ പറഞ്ഞ സംഘടിത ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളുടെ കൂടി ഇസ്രായേലിനെതിരെ അധിനിവേശമായിട്ടുള്ള രീതിയിൽ കടന്നു വരും. അതിലെ പക്ഷേ അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യം ഈ അധിനിവേശം നടക്കുന്നു എന്നുള്ള ഒരു കാര്യമല്ല. അതിലെ പ്രധാനപ്പെട്ട കാര്യം ബൈബിൾ പറയുന്നത് ഇസ്രായേൽ ഒറ്റയ്ക്കായിരിക്കും ആ സമയത്ത് നിൽക്കുന്നത്. പ്രധാനപ്പെട്ട സൂപ്പർ പവേഴ്സ്, അതായത് അമേരിക്ക പോലൊരു സൂപ്പർ പവർ ആ സമയത്ത് ഇസ്രായേലിനോടൊപ്പം ഇസ്രായേലിനെ സഹായിക്കുവാൻ കാണില്ല. എന്തുകൊണ്ടെന്നുള്ളത് പല കാരണങ്ങളുണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ പെട്ടെന്ന് തൊട്ട് പറഞ്ഞങ്ങ് പോവാം. ഉൽപ്രാവണത്തിൻ്റെ ആ ഒരു സമയത്ത് മില്യൺ കണക്കിന് വീണ്ടും ജനിച്ച ദൈവമക്കൾ ഈ അമേരിക്കയിൽ നിന്നും മാറിപ്പോയ ശേഷം, അതായത് മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും മാറിപ്പോകുന്നത് പോലെ അമേരിക്കയിൽ നിന്നും മാറിപ്പോയ ശേഷം അമേരിക്ക പിന്നെ ലോകമനുഷ്യൻ്റെ കീഴിൽ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ കീഴിൽ വരുമ്പോൾ ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ ജനത്തെ സപ്പോർട്ട് ചെയ്യുവാൻ അമേരിക്ക ആ സമയത്ത് കാണില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമേരിക്കയും ആ സമയത്ത് ഒരു സൂപ്പർ പവറായിട്ട് കാണില്ല. പിന്നെ നമ്മൾ ആ ടെക്സ്റ്റിൽ വായിക്കുന്നത് ചില രാജ്യങ്ങൾ നയതന്ത്രപരമായിട്ടുള്ള രീതിയിൽ ഈ ഒരു അധിനിവേശത്തെ വാക്കുകൾ കൊണ്ട് എതിർക്കും. അവർ സൈനികപരമായിട്ടൊന്നും ചെയ്യില്ല, പക്ഷേ വാക്കുകൾ കൊണ്ട് എതിർക്കും. ഇപ്പോൾ പ്രവചനത്തിൽ നമ്മൾ കാണുന്ന ഷീബയും ദീദനും ബൈബിൾ പണ്ഡിതന്മാർ തന്നെ പറയുന്നത് ആ പ്രദേശങ്ങൾ എന്ന് പറയുന്ന ഇന്നത്തെ സൗദി അറേബ്യയുടെ ആ ഭാഗങ്ങളൊക്കെയാണ്. അവരും സൈനികപരമായിട്ടുള്ള രീതിയിൽ ഇടപെടില്ല. എന്നിട്ടാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കുന്നത്.
ദൈവം അവിടെ ഇസ്രായേലിന് വേണ്ടി ഇടപെടും. നമ്മൾ ആ വേദഭാഗത്തിൽ വായിക്കുന്നത് ശക്തമായ ഭൂമികുലുക്കങ്ങൾ, പിന്നെ ഈ കടന്നു വരുന്ന സംഘടിത ആ രാജ്യങ്ങളുടെ ആ സൈന്യങ്ങൾ തമ്മിൽ വലിയ കൺഫ്യൂഷൻ, പിന്നെ ദൈവിക ന്യായവിധി, ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ആ സംഘടിത ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളുടെ ആ സൈന്യം അവിടെ തകരുകയാണ്. ആൻഡ് ദൈവം അവിടെ പറയുന്നത്, ഞാൻ സകല രാഷ്ട്രങ്ങളിലുമുള്ള സകലരും കാണുക, എൻ്റെ നാമത്തെ ഞാൻ സകലരുടെയും മുകളിൽ ഉയർത്തും. എൻ്റെ നാമമായിരിക്കും ആ ഒരു സംഭവത്തിലൂടെ ഉയർത്തപ്പെടുന്നതെന്ന് ദൈവം തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു എഹെസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശം എപ്പോഴാണ് സംഭവിക്കുന്നത്? ഉൽപ്രാവണത്തിന് മുമ്പിലാണോ അതോ അത് കഴിഞ്ഞിട്ടാണോ? പിന്നെ ആ ഒരു അധിനിവേശത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ, ആ സമയത്തെ ഇസ്രായേലിലെ അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം എന്താണ്, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള കാരണം, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സന്ദേശം ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഏതായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതും കൂടെ നിങ്ങൾ ചേർത്ത് കാണുമെങ്കിൽ ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എഹെസ്കേൽ പ്രവചനം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ മുമ്പ് ഓർപ്പിച്ചല്ലോ, ആ അധിനിവേശമല്ല, എങ്ങനെയാണ് സർവശക്തനായ ദൈവം അവിടെ നേരിട്ട് ഇടപെടുകയും തൻ്റെ ജനമാകുന്ന ഇസ്രായേലിന് വേണ്ടി ഡിഫെൻഡ് ചെയ്ത് അവിടെ പ്രവർത്തിക്കുന്നതുമാണ് അവിടുത്തെ മനോഹരമായിട്ടുള്ളൊരു കാര്യം. അതെല്ലാം സംഭവിക്കുന്നത് ഉൽപ്രാപണത്തിന് ശേഷം ആകാനാണ് എല്ലാ സാധ്യതയും ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ട് തന്നെ ഉൽപ്രാപണം ഏറ്റവും അടുത്തു. അതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ ഓരോ ദിവസവും ജീവിക്കുവാൻ. ഈ പ്രവചന അപ്ഡേറ്റുകളൊക്കെയും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അതാണ് പ്രധാനപ്പെട്ട വിഷയം, നാം ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഇറാനിയൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ മറ്റ് പല രാജ്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ പല സ്ഥലങ്ങളിലുമുണ്ട്, അവരെയും കർത്താവ് സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മറക്കരുത്, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.